ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്ന് സഭയിൽ ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ തിരുനാൾ ദിവസമാണ്. പ്രത്യേകം തിരുനാളിലെല്ലാം മംഗളങ്ങളും കേട്ടോ. സഭാപിതാക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുന്ന പഠിക്കുന്നതൊക്കെ നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് നെസ്വരസ് കുർബാനക്രമമൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്തായാലും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലരും ഇങ്ങനെ വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ പലതരത്തിൽ മെസ്സേജ് അയച്ചൊക്കെ പെട്ടെന്ന് ഡൈവോഴ്സ് ആകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ. അത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ബന്ധം പിരിഞ്ഞേക്കാം. അത് പ്രത്യേകിച്ച് യങ് ദമ്പതികളൊക്കെ നിസ്സാര കാര്യത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റാത്ത രീതിയിൽ അതിങ്ങനെ എന്തൊരു ഭയാനകമായ സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാരണവന്മാര്, നിങ്ങളവരൊക്കെ എനിക്ക് പ്രായമുള്ളവരൊക്കെ ഭയങ്കര ഒരു സ്നേഹം ബഹുമാനം, ഇത്രയും വർഷക്കാലം ഒരു കുടുംബജീവിതം മനോഹരമായ മക്കളിങ്ങനെ, അതായത് ചെറിയ പിള്ളേർ വാശി പിടിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനത്തെ കുടുംബങ്ങൾ അങ്ങനത്തെ ഒന്നും ചിന്തിക്കാതെ, പ്രത്യേകിച്ച് നവദമ്പതികളൊക്കെ നല്ലൊരു കൃപയിലാകാൻ അങ്ങനെ ചിന്തിക്കാതെ സ്നേഹം, ദയ, കരുണ, വിട്ടുവീഴ്ച, ത്യാഗം അതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം ശക്തമായിട്ട്. ഒരു പിശാചാണുള്ളത്, വിട്ടുപോട്ടെ അല്ലേ? പ്രാർത്ഥിക്കാം. നന്മ അറിഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്റെ വീട്ടിലെങ്ങനെ സംഭവിക്കുകയല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അങ്ങനെയുണ്ട്. വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരൊക്കെ പ്രാർത്ഥിക്കണം നല്ലൊരു ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയും വളരെ സഹോദരൻ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊളോസസ് ലേഖനം 4:6, കൊളോഷ്യൻ ചാപ്റ്റർ 4:6. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് ഇങ്ങനെയാണ്: നമ്മുടെ സംസാരം എപ്പോഴും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് വചനം. ദൈവവചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. എന്നിട്ട് പറയാ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സംസാരം എപ്പോഴും നല്ല ഒരു കരുണാമസൃണം, ഹൃദ്യം. അല്ല, ചിന്തിച്ചു നോക്കി അല്ലേ? അത് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും എന്ന് പറഞ്ഞിരിക്കുന്നത്, വല്ലപ്പോഴും അല്ല. മൂഡ് ശരിയായിരിക്കുന്ന സമയത്ത് മാത്രമല്ല. എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലും പല തരത്തിലും ഒക്കെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ കരുണാമസൃണം, എല്ലായ്പ്പോഴും ഒരു കരുണ. പിന്നെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, നല്ല ഹൃദയമായ പെരുമാറ്റം. അപ്പം നമുക്ക് എല്ലാവർക്കും അത് ആക്സെപ്റ്റബിളാണ്. ആ ഒരു അർത്ഥം നമുക്ക് എന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മൾ നിൽക്കണം. ഈ വചനം നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ച്, ഈ വചനത്തിലൊരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെ വ്യത്യാസം വരും. അവസാനം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഷാർപ്പ് വരുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാതെ വചനം കയറി നമ്മൾ പിടിച്ചു നിർത്തും. ഒരു വ്യക്തിയെ പോലെയാണ് വചനം ആക്ട്, നമ്മളിങ്ങനെ പിടിച്ചു നിർത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നല്ലൊരു പരിശ്രമം ഉണ്ടാകട്ടെ കേട്ടോ. ആവശ്യം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഓക്കെ, കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ തിരുത്തരം, വഴക്ക് പറയണം, ശാസ്ത്രീകരണം, ഫോർമേഷൻ, അതിനകത്ത് ബന്ധപ്പെട്ട് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്ന അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് നിറയട്ടെ. ഈ വചനം ജീവിച്ചാൽ തന്നെ കർത്താവ് കുടുംബങ്ങളിലെ പകുതി പ്രശ്നങ്ങൾ തീരുമല്ലോ. ഈ വചനം ജീവിക്കാതെ കൃപ കുട്ടിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ കർത്താവിനെ പ്രത്യേക ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പൈശാശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവ് കുടുംബങ്ങളിൽ പെട്ടെന്ന് കർത്താവെ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന, അങ്ങനെ ചിന്തിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളുടെ ആ പിശാചിന് യേശുനാമത്തിൽ വിട്ടോട്ടെ. കുടുംബജീവിതത്തിന്റെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഉജ്ജ്വലിക്കാൻ ഇട്ടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.